പെനാൽറ്റി സ്പോട്ടിൽ വെച്ച് വിനീഷ്യസ് ജൂനിയർ ആ പന്ത് ബ്രൂണോ ഗിമറസിന് കൈമാറുന്നത് കണ്ടപ്പോൾ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ബ്രസീൽ ആരാധകർ ഒരു വേള മനസ്സിൽ ചോദിച്ച് കാണണം. ഒടുവിൽ അവർ ആശങ്കിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ഗിമറസിൻ്റെ ഒരു പുവർ കിക്ക് ഓർഹൻ നെയ്ലൻ കൃത്യമായി അതിനെ ജഡ്ജ് ചെയ്ത് തട്ടിയകറ്റുന്നു. ഗിമറസ് നിരാശനായി ആ മൈതാനത്ത് ഒരല്പം നേരം നിന്നു. ആ മൊമെന്റിൽ നെയ്ലൻ തൻ്റെ ഉള്ളിലേക്ക് ഇരട്ടി ഊർജ്ജം സന്നിവേശിപ്പിച്ച് കഴിഞ്ഞിരുന്നു. കളി തുടങ്ങിയിട്ടപ്പോൾ 15 മിനിറ്റ് തികച്ചായിരുന്നില്ല. പിന്നെ നോർവേയുടെ ഗോൾ മുഖത്ത് അയാൾ ഒരു പൊളിയാക്കോട്ട പണിതു. ഗോളെന്നുറപ്പിച്ച ഒരുപിടി ബ്രസീലിയൻ ശ്രമങ്ങൾ. ന്യൂജേഴ്സിയിൽ ഫൈനൽ വിസിൽ മുടങ്ങുമ്പോൾ ഏർലിംഗ് ഹാലൻഡിനൊപ്പം അയാളുടെ പേര് കൂടെ ഫുട്ബോൾ ലോകം ആഘോഷമാക്കി. ഒരു പെനാൽറ്റി അടക്കം 4 ക്രൂഷ്യൽ സേവുകൾ. കളിയുടെ 85 മിനിറ്റിൽ നോർവീജിയൻ സെന്റർ ബാക്ക് അയാറിന്റെ ഒരു ക്ലിയറൻസ് ശ്രമം പാളുന്നുണ്ട്. പന്ത് സ്വന്തം പോസ്റ്റിലേക്ക് തൂങ്ങിയിറങ്ങുന്നു. നെയ്ലൻ പുറകിലേക്ക് ഓടി. ഏറെ ശ്രമകരമായ ഒരു ഡൈവിൽ അയാൾ അതിനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഗാലറിയിൽ ഉണ്ടായിരുന്ന നോർവേ ആരാധകർക്ക് തങ്ങളുടെ ഹൃദയം ഒരു നിമിഷത്തേക്ക് നിലച്ചതുപോലെ തോന്നി. ഒടുവിൽ ന്യൂജേഴ്സിയുടെ അന്തരീക്ഷത്തെ കീറിമുറിച്ച ഫൈനൽ വിസിലെത്തി. നെയ്മർ മൈതാനത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു. ഖത്തറിൽ ക്രൊയേഷ്യയോട് തോറ്റ് പുറത്തായപ്പോൾ കണ്ട അതേ കാഴ്ചകൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. പക്ഷേ അന്നയാൾ 90 മിനിറ്റും കളത്തിലുണ്ടായിരുന്നു. ഇന്ന് നിസ്സഹായനാണ്. മണിക്കൂറുകൾക്കകം നെയ്മറിന്റെ വിരമിക്കൽ പ്രഖ്യാപനമെത്തി. പടിയിറങ്ങുന്നു. ഒഴിഞ്ഞൊരു ഷെൽഫ് ബാക്കിയാക്കി. റൗണ്ട് ഓഫ് 32 ഐവറി കോസ്റ്റിനോട് കഷ്ടിച്ച് രക്ഷപ്പെട്ട നോർവേയെ കണ്ടപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകുമെന്നാണ് ബ്രസീൽ ആരാധകർ കരുതിയത്. ഐവറി കോസ്റ്റ് മുന്നിലെത്താത്തതിൽ അവർ ഉള്ളിൽ ആശ്വസിച്ചു. എന്നാൽ അന്ന് കണ്ട നോർവേയെ അല്ല അവർ ഇന്നലെ കണ്ടത്. കളി തുടങ്ങി 3-ാം മിനിറ്റിൽ റൈറ്റ് ഫ്ലാങ്കിലൂടെ ഒടഗാർഡും സൊർലോത്തും ചേർന്ന് നടത്തിയൊരു മുന്നേറ്റം. സാൻഡർബർഗ് വലയിലാക്കുന്നുണ്ടതിനെ. ഓഫ് സൈഡ് ഫ്ലാഗ് ഉയർന്നു. പക്ഷേ ആ നീക്കം ബ്രസീലിന് അവർ നൽകിയൊരു വലിയ സിഗ്നലായിരുന്നു. ഇരു ഫ്ലാങ്കുകളിൽ നിന്നും വരുന്ന ആക്രമണങ്ങൾ ബ്രസീലിന്റെ വലിയ വീക്ക്നെസ്സായ വിങ് ബാക്കുകൾ. ലോകകപ്പിനെത്തിയ ടീമുകളിൽ ഏറ്റവും മികച്ച അറ്റാക്കിംഗ് യൂണിറ്റുള്ള സ്ക്വാഡുകളിൽ ഒന്നാണ് ബ്രസീൽ. എന്നാൽ ഇന്നലെ കൗണ്ടർ അറ്റാക്കുകൾ മാത്രം മുന്നേറ്റങ്ങൾക്കായി ആശ്രയിച്ച് ഡിഫൻസീവ് ഫുട്ബോൾ കളിക്കുന്ന ഒരു കാണ്ടറിപ്പടയാണ് ന്യൂജേഴ്സിയിൽ ആരാധകർ കണ്ടത്. ബിൽഡപ്പ് പ്ലേയിലൊന്നും കാർലോക്ക് വിശ്വാസമില്ലാത്തതുപോലെ തോന്നി. ഡോണിന് എന്താണ് പറ്റിയത് എന്ന് ആരാധകർ ഉള്ളിൽ ചോദിച്ചു. വെറുതെ ആ കണക്കുകളിലൂടെ കണ്ണോടിച്ചു നോക്കൂ. മത്സരത്തിലാകെ 653 പാസുകളാണ് നോർവേ പൂർത്തിയാക്കിയത്. ബ്രസീലാകട്ടെ 313, എതിരാളികളുടെ പകുതിയിലും താഴെ. കളിയിൽ 66% നേരവും പന്ത് കൈവശം വെച്ചത് നോർവേ ആയിരുന്നു. ബ്രസീലിന്റെ ബോൾ പൊസിഷൻ 34 കിട്ടിയ അവസരങ്ങളൊക്കെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റികളായിരുന്നു. എന്നാൽ അവയിൽ ഒന്നുപോലും വലയിലാക്കാനായത് പോലുമില്ല. 58-ാം മിനിറ്റിൽ മത്തേയൂസ് കുഞ്ഞിയെ പിൻവലിച്ചാണ് കാർലോ ആഞ്ചലോട്ടി എൻട്രിക്കിനെ കളത്തിലിറക്കുന്നത്. ഇറങ്ങി സെക്കൻഡുകൾക്കുള്ളിൽ വലകുലുക്കാൻ ഒരു സുവർണാവസരം വീണ് കിട്ടിയതാണ് എൻട്രിക്കിന്. വിനീഷ്യസിന്റെ ഒരു അളന്നു മുറിച്ച പാസ്. ബോക്സിന് മുന്നിൽ നെയ്ലൻ മാത്രം. അയാൾ അഡ്വാൻസ് ചെയ്ത് മുന്നിലേക്ക് കയറി വന്നു. എൻട്രിക്കിന്റെ ജഡ്ജ്മെന്റ് പിഴച്ചു. പന്ത് പുറത്തേക്ക്. ബ്രസീൽ ആരാധകർ അവിശ്വസനീയതയോടെ തലയിൽ കൈവച്ചു. മത്സരത്തിൽ ക്യാമറയിൽ പടക്ക് ലഭിച്ച ഏറ്റവും മികച്ച ഗോളവസരം അതായിരിക്കും. ലെഫ്റ്റിൽ വിനീഷ്യസ് ഇന്നലെയും അപകടകാരിയായിരുന്നു. എന്നാൽ നെയ്ലൻ അയാൾക്ക് ഒരവസരം പോലും നൽകിയില്ല. ഗോൾ രഹിതമായി അവസാനിച്ച 1-ാം പകുതിക്ക് ശേഷം തൻ്റെ 11-ൽ 2 മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് സോൾബക്കൻ. സൊറലോത്തിനെയും ന്യൂസയും പിൻവലിച്ചു. ഷെൽഡ്രപ്പും ഓസ്കാർ ബോബും കളത്തിലെത്തി. മത്സരത്തിൽ അയാൾ എടുത്ത ഏറ്റവും നിർണായകമായ തീരുമാനം അതായിരിക്കും. ദ ഗെയിം ചേഞ്ചിങ് മൊമെന്റ്. ഹാലൻ മത്സരത്തിൽ കുറിച്ച 2 ഗോളുകൾക്കും വഴിയൊരുക്കിയത് ഷെൽഡ്രപ്പാണ്. ലിറ്ററലി എ സൂപ്പർ സബ്. ഏർലിംഗ് ഹാലൻ ഗബ്രിയൽ മഗലസ് പോര് കാണാനുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ ഇന്നലെ. ആ പോരിൽ അവസാന ചിരി ഹാലൻഡേത് മാത്രമായി. 30 ടച്ചുകളാണ് ഇന്നലെ പന്തിൽ ഹാലൻ നടത്തിയത്. ഐവറി കോസ്റ്റിനെതിരെ അത് 27 ആ മത്സരത്തിൽ ഒപ്പോസിഷൻ ബോക്സിൽ അയാൾക്ക് ആകെ 5 തവണയാണ് പന്ത് തൊടാനായത്. ആ പ്രകടനം ആരാധകരെ സംബന്ധിച്ച് അത്ര കാശാവഹമായിരുന്നില്ല. എന്നാൽ മത്സരത്തിലെ വിജയ ഗോൾ പറഞ്ഞത് അയാളുടെ ബൂട്ടിൽ നിന്നാണ് എന്നോർക്കണം. ബ്രസീലിനെതിരെയും കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നില്ല. ഹാലൻ തന്നെയായിരുന്നു നോർവേയുടെ രക്ഷകൻ. കിട്ടിയ അവസരങ്ങൾ 2ഉം അയാൾ ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഒരു പെർഫെക്റ്റ് നമ്പർ 9 മൈതാനത്ത് എങ്ങനെയായിരിക്കണം എന്നയാൾ ഒരിക്കൽ കൂടി ഫുട്ബോൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു. 79-ാം മിനിറ്റിലാണ് ഹാലൻ ആദ്യമായി അലിസൺ ബക്കറുടെ വല കുലുക്കുന്നത്. അതിനു മുമ്പ് അയാൾ പന്തിൽ വെറും 20 ടച്ചുകളാണ് നടത്തിയിട്ടുള്ളത്. ഒപ്പോസിഷൻ ബോക്സിൽ 4 എണ്ണം മാത്രം. എന്നാൽ അയാൾ തൻ്റെ നിമിഷത്തിനായി കാത്തിരിക്കുന്നത് പോലെ തോന്നി ആരാധകർക്ക്. കളി 80-ാം മിനിറ്റിലേക്ക് കടക്കുകയാണ്. പൊടുന്നനെ ലെഫ്റ്റിലൂടെ പന്തുമായി കുതിച്ചെത്തിയ ഷെൽഡ്രപ്പിന്റെ ഒരു ക്രോസ് ഗബ്രിയൽ മഗലസിനെ മുന്നിൽ നിർത്തി ഹാലൻഡിന്റെ തല നിറയൊടിച്ചു. ആ മൊമെന്റിൽ എല്ലാം തീർന്നുവെന്ന് ബ്രസീൽ ആരാധകർ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഹാലൻ ആ ഗാലറിക്ക് മുന്നിൽ ആക്രോശങ്ങളൊന്നുമില്ലാതെ നെഞ്ചു വിരിച്ചങ്ങനെ ഒരല്പനേരം നിന്നു. കോൾ മൊമെന്റ്. അടുത്ത ഗോളിലേക്ക് വെറും 10 മിനിറ്റ്. എഗെയിൻ ഷെൽഡ്രപ്പ്, എഗെയിൻ ഹാലൻ.
ഇക്കുറി ബോക്സിന് വെളിയിൽ നിന്നാണ് അയാൾ ഷെൽറപ്പിൻ്റെ പാസ് സ്വീകരിക്കുന്നത്. 2 ടച്ച് എടുത്തു, പന്തിന് ഇടങ്കാലിലേക്ക് നീക്കി, പിന്നെ പോസ്റ്റിലേക്ക് ഒരു വെടികൊണ്ട പാഞ്ഞു. ലോകകപ്പിൽ ഹാലൻഡിൻ്റെ 7ാം ഗോൾ. ടൂർണമെൻറ്റിൽ അയാൾ കളത്തിലിറങ്ങിയ എല്ലാ മത്സരങ്ങളിലും വലകുലുക്കിയിട്ടുണ്ട്. നോർവേക്കായി കരിയറിൽ ആകെ 54 മത്സരങ്ങളിൽ നിന്ന് 62 ഗോളുകൾ. കഴിഞ്ഞ 14 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ അയാൾ നോർവേ ജേഴ്സിയിൽ വലകുലുക്കിയിട്ടുണ്ട്. വാട്ട് എ പ്ലെയർ. സ്റ്റോപ്പേജ് ടൈമിൽ നെയ്മറിന്റെ പെനാൽറ്റി വലയിൽ വിശ്രമിച്ചപ്പോഴാണ് നെയ്ലൻഡ് ആദ്യമായി ബ്രസീലിന് മുന്നിൽ ഇന്നലെ പരാജയപ്പെട്ടത്. എന്നാൽ അതിനൊന്നും ആ ദുരന്തത്തിൽ നിന്ന് കാനറിപ്പടയെ രക്ഷിക്കാനായില്ല. ജപ്പാനെതിരായ മത്സരത്തിന് ശേഷം ആരാധകരെ പ്രതീക്ഷകളുടെ ആകാശത്തേക്ക് കൈപിടിച്ചുയർത്തിയ ഡോൺ കാർലോക്ക് തൊട്ടതെല്ലാം പിഴച്ച ദിവസം. കളിക്ക് ശേഷം ബ്രൂണോ ഗിമറസ് പാഴാക്കിയ പെനാൽറ്റിയെക്കുറിച്ച് കാർലോക്ക് മുന്നിൽ ചോദ്യമെത്തി. ബ്രസീലിന്റെ പെനാൽറ്റി ടേക്കർമാരുടെ ലിസ്റ്റിൽ ആദ്യ 5 പേരിൽ വിനീഷ്യസിന്റെ പേര് ഉണ്ടായിരുന്നില്ലെന്നായിരുന്നു അയാളുടെ മറുപടി. റഫീഞ്ഞ, നെയ്മർ, ഇഗോർ തിയാഗോ, ബ്രൂണോ ഗിമറസ്, മാർട്ടിനെല്ലി, ഇതായിരുന്നു കാർലോയുടെ പ്രയോറിറ്റി ലിസ്റ്റ്. 11ൽ അവൈലബിൾ ആയവരിൽ ഗിമറസ് ആയിരുന്നു ആ സമയത്ത് നേരത്തെ തീരുമാനിച്ച പ്രകാരം കിക്കെടുക്കേണ്ടിയിരുന്നത്. എന്നാൽ ഗിമറസിന് പാളി. വിനീഷ്യസ് നിസ്സഹായനായിരുന്നു. മത്സരത്തിന് ശേഷം ആ തീരുമാനം ആഞ്ചലോട്ടിയുടേതായിരുന്നുവെന്ന് വിനീഷ്യസ് മനസ്സ് തുറന്നു. അവസരങ്ങൾ പലതും തുറന്നു കിട്ടിയിട്ടും അവ ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാനകത്ത് കാനറിപ്പടക്ക് പലപ്പോഴും വിനയായി. 1986-ൽ സീക്കോ ഫ്രാൻസിനെതിരെ പെനാൽറ്റി പാഴാക്കിയതിനു ശേഷം ബ്രസീൽ നിരയിൽ നാളിതുവരെ ഒരാൾ പോലും വിശ്വവേദിയിൽ പെനാൽറ്റി പാഴാക്കിയിരുന്നില്ല. ഷൂട്ടൗട്ടുകൾ മാറ്റി നിർത്തിയാണ് ഈ കണക്ക്. ബ്രൂണോ ഗിമറസ് ആ ചരിത്രവും തിരുത്തിയിട്ടുണ്ട്. ഫിനിഷിങ്ങിലെ പിഴവുകൾ ബ്രസീലിന് വിനയായൊരു മത്സരം. ഞങ്ങൾ ജയിക്കേണ്ട മത്സരമായിരുന്നു ഇതെന്നാണ് ആഞ്ചലോട്ടി കളിക്ക് ശേഷം പറഞ്ഞു വെച്ചത്. എന്നാൽ ബ്രസീലിൻ്റെ കളി കണ്ട ആരും അവരർഹിച്ചതാണ് ഈ മത്സരം എന്ന് പറയില്ല. തീർച്ച. അപ്പോൾ കാനറിപ്പട ഇനിയുമേറെ കാത്തിരിക്കണം.